ഹായ് ഡിയേഴ്സ്, കുറേ നാളായിട്ട് എൻ്റെ ട്രാവൽ ബ്ലോഗ് ലിസ്റ്റിൽ ഞാൻ കയറ്റണമെന്ന് വിചാരിക്കുന്ന ഒരു പ്ലേസ് ആണ് ഇന്നത്തെ ബ്ലോഗിൽ. വേറെ എവിടെയുമല്ല, നമ്മുടെ സ്വന്തം കലാഭവൻ മണി ചേട്ടൻ്റെ പേരിലുള്ള പാർക്ക്. അതെ, ചാലക്കുടിയിൽ സ്ഥിതി ചെയ്യുന്ന കലാഭവൻ മണി പാർക്കാണ് ഇന്നത്തെ നമ്മുടെ ട്രാവൽ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ വെൽക്കം ഓൾ ടു അവർ ചാനൽ. പാർക്കിൽ എൻട്രി ഫീ ഒന്നുമില്ല, ഫ്രീ എൻട്രി ആണ്. പക്ഷേ ടൈമിംഗ് ഉണ്ട്, അതായത് ഏർലി മോർണിംഗ് 5 to 8:30 അതേപോലെ ഈവനിങ്ങിൽ 4 to 8:30 PM ആണ് പാർക്ക് ഓപ്പൺ ആയിരിക്കുന്നത്. ഈ പാർക്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ചാലക്കുടി മുനിസിപ്പാലിറ്റി ആണ്. എനിക്കെന്തോ പേഴ്സണലി ഈ പാർക്കിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പമ്മു ജനിച്ചതിന് ശേഷം പമ്മു വിസിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് പാർക്കാണ് ഈ കലാഭവൻ മണി പാർക്ക്. അതിനുശേഷം ഇഷ്ടം പോലെ പമ്മുവിൻ്റെ ഓരോ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റും കണ്ടിരിക്കുന്ന ഒരു പാർക്കാണ് ഈ കലാഭവൻ മണി പാർക്ക്. അതുപോലെ തന്നെ ഈ പാർക്കിൻ്റെ ഡെവലപ്മെൻറ്റും ഓരോ സ്റ്റേജും വിറ്റ്നസ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം ചെന്നൈയിൽ വന്നതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 1 year ആയി ഞങ്ങൾ പാർക്ക് വിസിറ്റ് ചെയ്തിട്ട്. സോ ഈ വിസിറ്റ് എനിക്ക് വളരെ സ്പെഷ്യലായിരുന്നു, എസ്പെഷ്യലി പമ്മൂസിനും. ബിക്കോസ് കുറേ ചേഞ്ചസ് ആ പാർക്കിൽ ഈ ഒരു 1 year കൊണ്ട് വന്നിട്ടുണ്ട്. കുറേ പെയിൻറ്റിങ്സ് വന്നു. അതേപോലെ ഇവിടെ ഒരു എലിഫൻറ്റിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. അപ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് ആ സ്റ്റാച്ചു കംപ്ലീറ്റ് അല്ലായിരുന്നു, അതിൻ്റെ പണി നടക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റാച്ചുവിൻ്റെ പണി കംപ്ലീറ്റ് ആയി. കുറേ പെയിൻറ്റിങ്സ് വന്നു ഉള്ളിൽ. അതേപോലെ മണിച്ചേട്ടൻ്റെ ഒരു ഫോട്ടോ, അതിൻ്റെ ഒരു പെയിൻറ്റിങ് വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ കുറേ ചേഞ്ചസ് വരുത്തിയതിന് ശേഷം പാർക്ക് കുറച്ചും കൂടി ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു വിസിറ്റിൽ ഞങ്ങൾ വന്നപ്പോഴേക്കും പാർക്ക് വളരെയധികം സ്പേഷ്യസ് ആണ്. കിഡ്സിൻ്റെ പ്ലേ ഏരിയ ഉണ്ട്. അതുകൂടാതെ നമുക്ക് മെയിൻലി എക്സസൈസ് ചെയ്യാനും യോഗ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈവനിങ് ആണെങ്കിലും മോർണിംഗ് ആണെങ്കിലും നടക്കാനും അതേപോലെ കുറച്ച് സമയം ഇരിക്കാനാണെങ്കിലും അതിന് പറ്റിയ ചെയേഴ്സും എല്ലാ സംവിധാനങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കലാഭവൻ മണി പാട്ടുപുര എന്ന് പറഞ്ഞ് ഒരു ഏരിയയും കൂടി ഈ പാർക്കിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ ലൈവ് മ്യൂസിക്കൽ കൺസേർട്സ്, കരോക്കെ പെർഫോമൻസ്, അങ്ങനെയുള്ള പെർഫോമൻസ് ഒക്കെ ഈ പാട്ടുപുരയിൽ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. വീക്കെൻഡ്സിലാണെങ്കിലും നോർമൽ ഡേയ്സിലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. റെസ്റ്റ് റൂംസും വാഷ് ഏരിയസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം നല്ല നീറ്റ്ലി മെയിൻറ്റെയിൻഡുമാണ്. സോ കുഞ്ഞു കുട്ടികൾ തുടങ്ങി ഏത് പ്രായക്കാർക്കും മുതിർന്നവർക്ക് വരെ ഇവിടെ വന്ന് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് ഇരിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണിത്. വളരെ റിലാക്സിങ്, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്ക്. അതാണ് ഈ പാർക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. എനിക്ക് ചാലക്കുടിയിൽ വന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ചോദിച്ചാൽ അത് ഈ പാർക്കാണ്. എന്താണെന്നറിയില്ല, ഇവിടെ വന്ന് കുറച്ച് നേരം ആ കസേരകളിലൊക്കെ ഇരിക്കുമ്പോഴേക്കും ഭയങ്കര ഒരു സെറീൻ ഫീലാണ്, ഒരു കാം ആൻഡ് ക്വയറ്റ് ഫീലാണ് എനിക്ക് എൻ്റെ മൈൻഡിന് കിട്ടുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് പേഴ്സണലി ഈ പാർക്കും ഈ ഒരു സ്പോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നതാണ് എൻ്റെ ട്രാവൽ ബ്ലോഗിൻ്റെ ലിസ്റ്റിൽ ഇതെന്തായാലും ഇതൊന്ന് പരിചയപ്പെടുത്തണം എന്നുള്ളത്. ചാലക്കുടിക്കാർക്ക് എന്തായാലും ഈ പാർക്ക് ഫെമിലിയർ ആണ്. സോ ഈ പാർക്കിനെ കുറിച്ച് അറിയാത്തവർക്ക് കൂടി ഇതൊന്ന് പരിചയപ്പെടുത്തണം എന്ന് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു. ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് സമയം എത്തിയത്. ഇതാട്ടോ ഞാൻ പറഞ്ഞ കിഡ്സിൻ്റെ പ്ലേ ഏരിയ. അധികം റൈഡ്സ് ഒന്നും ഇല്ലെങ്കിലും നല്ല രസമാണ്. ഉള്ളത് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു അറിവാണ്, ഈ ഒരു ഏരിയയിൽ പണ്ട് ഒരു ടൈൽ ഫാക്ടറിയാണ് സ്ഥിതി ചെയ്തിരുന്നത്. ലേറ്റർ ഓൺ ആണ് ഈ ഒരു സ്പേസാണ് പാർക്കായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ആ ഒരു ചിമ്മിനി ഇല്ലേ നടുക്ക് കാണുന്നത്, അതേപോലെ അവരത് കളയാതെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന താറാവ് റൈഡ് പമ്മൂസിൻ്റെ ഫേവറേറ്റ് റൈഡാട്ടോ. വളരെ കുഞ്ഞായിരിക്കുന്ന കാലം തുടങ്ങി പമ്മൂസ് കയറുന്നൊരു റൈഡാണിത്. ആ ഫോട്ടോസ് ആട്ടോ ഞാൻ ആ സൈഡിൽ കാണിക്കുന്നത്. കുഞ്ഞി പമ്മൂസും ഇതിപ്പോഴത്തെ പമ്മൂസും താറാവ് റൈഡിൽ കയറുന്നത്. ആള് എപ്പോഴും എന്നത്തേം പോലെ ഈക്വലി എക്സൈറ്റഡ് ആണ് ഈ ഒരു റൈഡിൽ കയറാനായിട്ട്.
ഇത്രയൊക്കെ ഉള്ളൂ കലാഭവൻ മണി പാർക്കിൻ്റെ വിശേഷങ്ങൾ. വളരെ നല്ലൊരു സ്പോട്ടാണ്. ഈ വഴി പോകുമ്പോൾ പറ്റുമെങ്കിൽ ഈ പാർക്കൊന്ന് എല്ലാവരും വിസിറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു ട്രാവൽ വ്ളോഗ് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.